വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജെയ്ഡ് കമ്പനിയുടെ MD ആയ മാർക്കസ് വെയിന്റെ ഇളയതും അവസാനത്തേതുമായ സന്താനം സാരസ് വെയിൻ കമ്പനിയിൽ വെച്ച് തന്നെ മരണപ്പെട്ട രീതിയിൽ കണ്ടെടുത്തിരിക്കുന്നു. ഇത് ആത്മഹത്യയാണ്. എന്റെ ഈശോയെ, റോസ് ഇവന്റെ ഡീൽ ഉറപ്പിക്കാനല്ലേ പോയേ. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ഇവളിത് ആരുടെ അമ്മമ്മേനെ കെട്ടിക്കാൻ പോയി കിടക്കുവാണോ എന്തോ. ഇവ മാഡം നല്ല കലിപ്പിലാണെന്നാ തോന്നുന്നേ. മുന്നിൽ ചെന്ന് ചാടണോ? ഏയ്, എന്തിന്? റോസ് എസ്കേപ്പ്. ആരോ ഓടുന്ന ശബ്ദമല്ലേ ഞാൻ കേട്ടത്. എന്നാൽ ഇത് ആരായിരിക്കും? റോസ്, ഡി പനെ നിക്കടി അവിടെ. സബാഷ്, ഇനി എന്നെ കുഴിയിലോട്ട് എടുത്താ മതി. ഡി, നീ എവിടെയായിരുന്നു? മനുഷ്യൻ ഇവിടെ തീ തിന്നുമായിരുന്നു. അതുപോലെ നിനക്കറിയണോ? അത് പിന്നെ ചേച്ചി, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാന് ഇഷാനെ വിളിച്ചിരുന്നു. അപ്പോൾ അവളുടെ കൂടെ പോയി. ശരി, നീ ആരുടെ കൂടെ എന്ന് വെച്ചാൽ പൊക്കോ. അതിനുള്ള ഫ്രീഡം ഞാൻ തന്നിട്ടുണ്ട്. പക്ഷെ നിന്റെ ഫോൺ എന്തേടി? ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേച്ചി, ഞാനിവിടെ വരുന്ന വഴിക്ക് ഒരു കൊച്ചെന്നെ വന്ന് ഇടിച്ചു. അതില് ഫോൺ താഴെ വീണ് പൊട്ടിപ്പോയി. കുട്ടിയല്ലേ, എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിഷ പറഞ്ഞു അവളുടെ വീടിൻ്റെ അടുത്തൊരു ഷോപ്പുണ്ട്, അവൾ നാളെ നന്നാക്കിയിട്ട് കൊണ്ടുതരാന്ന്. പിന്നെ തമ്പ്രാട്ടിക്ക് പറയാൻ 100 കാരണങ്ങളാണല്ലോ. അതൊക്കെ പോട്ടെ, നീ ഫുഡ് കഴിച്ചായിരുന്നോ? അങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ കഴിച്ചില്ല. കഴിക്കാൻ എന്താ ഉള്ളേ? ഡിയർ ജീസസ്, ഐ എം വെരി സോറി. നീ ഉണ്ടാക്കി വെച്ച നരകത്തിൽ കിടക്കേണ്ട ആൾക്കാരൊക്കെ ഇവിടെ ഭൂമി കിടന്ന് ആർമാദിക്കുക. അങ്ങനെ ഒരുത്തനെ ഞാനിന്ന് ഒരു ലോങ് ടേം വിസ എടുത്ത് അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട്. നല്ലപോലെ നോക്കിക്കോളണേ. പിന്നെ കുറച്ച് പേർക്കും കൂടി വിസ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നീ കട്ട സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഞാൻ നിനക്കൊരു 100 മെഴുകുതിരി വേണ്ട, അത് ഇച്ചിരി കൂടിപ്പോയി, ഒരു 50 മെഴുകുതിരി ഞാൻ കത്തിക്കും നിനക്ക് വേണ്ടി. അയ്യടാ, അവളുടെ ഒരു 50 മെഴുകുതിരി ആർക്ക് വേണം? എനിക്ക് മിനിമം ഒരു 100-150 മെഴുകുതിരിയെങ്കിലും വേണം. ഈ ഭൂമിയിലുള്ളവരൊക്കെ ഇങ്ങനെ പിശുക്കൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർത്താവായ ഞാനൊക്കെ എങ്ങനെ ജീവിച്ചു പോകും? ഡി കുരുട്ടെ, സമയം 12 മണി കഴിഞ്ഞ്. ഇപ്പോഴാണോ വിളിക്കുന്നേ? എന്താ കാര്യം? മാം, ഞാൻ CNC ബാർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഫ്രണ്ട് ഇവിടെ ഒരുപാട് നേരമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പ്ലീസ് ഒന്ന് വന്ന് വിളിച്ചുകൊണ്ട് പോകണം. ഹലോ ഏട്ടാ, വെക്കല്ലേ? അയ്യോ, വെച്ചോ. അവക്ക് കുടിക്കാൻ കണ്ടൊരു നേരം. ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഓപ്ഷൻ A, ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ എങ്ങാനും നടന്ന എൻ്റെ ചേച്ചി എൻ്റെ കയ്യും കാലും വെട്ടി ഇവിടെ എവിടെയെങ്കിലും മൂലക്കിടും. ഓപ്ഷൻ B, കെവിനെ വിളിച്ചാലോ? അതെ, അത് തന്നെ. ചായോയ്, ഈ റോസ് ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. ഞാൻ കഴിഞ്ഞ അവിടെ വന്നപ്പോൾ പറഞ്ഞല്ലേ, ഇനി അടുത്ത തവണ നിന്നെ കാണാൻ വരുമ്പോൾ ആ സൈറസിന് നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടേ വരുള്ളൂന്ന്. ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. പിന്നെന്തുവാ, അവൻ്റെ ഏട്ടൻ നാട് വിടാൻ പോകുന്ന കേട്ടെ. പാവം, അവനറിയില്ലല്ലോ എവിടെ പോയി മുങ്ങിയാലും പൊക്കിയോണ്ട് വരാൻ ഈ റോസിനറിയാമെന്ന്. ഇനി അതൊക്കെ പോട്ടെ, നിനക്കിന്ന് ചെറിയൊരു സർപ്രൈസ് ഉണ്ട്.
ഞാൻ എപ്പം നിനക്ക് വേണ്ടി റെഡ് റോസ് ആയിട്ട് വന്നാലും അത് പിറ്റേ ദിവസം വാടിക്കരിഞ്ഞു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു സ്പെഷ്യൽ സംഭവം തരാന്ന്. നോക്കിക്കേ, പ്രിസർവ്ഡ് റോസ്. വാടില്ല, വില്ലില്ല, പൊള്ളില്ല, കരിയുക അത്രയുമില്ല. ആക്ച്വലി ഇത് നീ എനിക്ക് തന്ന വെഡിങ് റിംഗ് ആണ്. പക്ഷേ നീ എനിക്കിത് ഇട്ട് തന്നില്ലല്ലോ, അതുകൊണ്ട് ഇതെനിക്ക് നിനക്ക് തരാനാ തോന്നുന്നേ. നീ വെച്ചോ, സൂക്ഷിക്കണേ. എനിക്കിവിടെ കുറച്ചും കൂടി പണിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ നിന്റെ അടുത്ത് വരും. അപ്പം നീ തന്നെ എനിക്കിതിട്ട് തരണം. ഓക്കെ? അപ്പം ശരി, എന്നാ പോട്ടെ. ഇച്ചായ സൈറസ് മരിച്ചിട്ട് 12 മണിക്കൂർ പിന്നിടുമ്പോഴും ഇപ്പോഴും പോലീസിന് യാതൊരു വിധത്തിലുള്ള തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഘടിപ്പിക്കാനോ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് എല്ലാവരും പറയുന്ന പോലെ വെറും ഒരു ആത്മഹത്യ മാത്രമാണോ? ഇല്ല, എന്റെ മോനെ അങ്ങനൊന്നും ചെയ്യില്ല. അവനെ കൊന്നതാ. എന്തിനായിരുന്നു? ഒരു ഉറുമ്പിനെ പോലും കുത്തി നോവിക്കാനോ വേദനിപ്പിക്കാനോ അവനറിയില്ല. പിന്നെ ഇത് ചെയ്തത് ആരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. എന്റെ മോനെ നീതി കൊടുക്കണം. ഇത്രയ്ക്കും വലിയൊരു കമ്പനി വെച്ച് നടന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു തെളിവും കിട്ടിയില്ല എന്ന് പറയുമ്പം അത് വിശ്വസിക്കാൻ ഇച്ചിരി പാടുണ്ട്. എനിത്തിങ്, എനി സൈൻ, എനി ക്ലൂ, എനി ഫിംഗർ പ്രിന്റ് അറ്റ്ലീസ്റ്റ്? അതെ, ഞാൻ പറഞ്ഞ സത്യമാണ്. യാതൊരു വിധത്തിലുള്ള തെളിവൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി വെച്ചിരുന്ന മോർച്ചറിയിൽ നിന്ന് സംശയാത്മകമായിട്ട് ഒരു റോസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇത് ആരാ വെച്ചെന്ന് യാതൊരുവിധ തെളിവും ഇല്ല. പിന്നെ CCTV ആണെങ്കിൽ ഫുൾ ബ്ലാങ്ക് ആണ്. ഞാൻ അതിൻ്റെ പിക്ചർ നിങ്ങളുടെ ചാനലിൽ അയച്ചേക്കാം, നിങ്ങൾക്ക് എടുത്തു നോക്കാം. ഇത് നീ എന്നെ കൊണ്ട് ഇന്നലെ വാങ്ങിപ്പിച്ച റോസല്ലേ? നീ ഇത് അവിടെ കൊണ്ടുപോയി ഇട്ടു. ഇതിനാണോ ഈ പട്ടി എന്നെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ചേ? എന്റെ കർത്താവേ. എടാ, സത്യമായിട്ടും ഇത് ഞാനല്ല. ശരിയാ, ഞാൻ നിന്നെ കൊണ്ട് റോസ് വാങ്ങിപ്പിച്ചു. പക്ഷേ അത് അവിടെ കൊണ്ടുപോയി ഇടാനൊന്നും അല്ല. ഞാൻ അതെൻ്റെ റെഡിന് വാങ്ങിയതാ. പിന്നെ ഈ ലോകത്ത് ഒരൊറ്റ റോസൊന്നും അല്ലല്ലോ ഉള്ളത്. പിന്നെ എങ്ങനെ അവർ കണ്ടുപിടിക്കാൻ പോകുന്നേ? എൻ്റെ പൊന്നു റോസേ, അത് സാധാ റോസ് അല്ല, അത് പ്രിസർവ്ഡ് റോസാ. അതും കസ്റ്റമൈസ്ഡ്, നിനക്ക് വേണ്ടി മാത്രം. ഇതെന്തായാലും കണ്ടുപിടിക്കും. എടി, നമ്മൾ പെടും. വണ്ടർഫുൾ, ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമുക്കിനി അടുത്ത കൊലപാതകം പ്ലാൻ ചെയ്യാം. കമോൺ ഗൈസ്. ഡി, നിനക്കെന്താ വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? റൂബി, ഞാൻ ഇന്നലെ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഫയൽസ് ഒക്കെ ചെക്ക് ചെയ്തോ? എടാ റൂബി. യെസ് മാഡം. എന്താ 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 പറ്റി? തേങ്ങ, ഞാനിപ്പോൾ എന്താടാ പറഞ്ഞേ? ഇങ്ങനൊരു പൊട്ടൻ ഏത് നേരത്താണോ എന്തോ. എടാ, ഇന്നലെ ഞാൻ തന്ന ഫയല് ചെക്ക് ചെയ്തോന്ന്. അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എന്നാ എൻ്റെ മോനൊന്ന് പറഞ്ഞേ, അതിലെന്താ ഉണ്ടായിരുന്നേ? അതെ, മാം എന്നെ വഴക്ക് പറയൂലെങ്കിൽ ഞാനൊരു സത്യം പറയാം. നീ പറ. വഴക്ക് പറയണോ വേണ്ടെന്ന് ഞാൻ കേട്ടിട്ട് ആലോചിക്കാം. അത് പിന്നെ മാം ആരോടും പറയാനൊന്നും നിൽക്കണ്ട. ഞാൻ ആക്ച്വലി ഫയൽ ചെക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെക്ക് ചെയ്ത് തരാം. നിന്നെയൊക്കെ ഞാൻ ജോലിക്ക് വെച്ചേക്കുന്നത് എനിക്ക് സമയത്തിന് വർക്ക് ചെയ്ത് തീർക്കാനാ. എന്നിട്ടിപ്പോൾ അവൻ നിന്റെ സാലറി ഞാൻ കട്ട് ചെയ്യും. അയ്യോ, അങ്ങനൊന്നും ചെയ്യല്ല മാഡം. എൻ്റെ കഞ്ഞി കൂടി മുട്ടും. മാഡത്തിന് ഇപ്പം എന്താ വേണ്ടത്? ഫയൽ ചെക്ക് ചെയ്യണം, അത്രയില്ലേ ഉള്ളൂ. ഞാനിതാ ഇപ്പം ചെക്ക് ചെയ്ത് കൊണ്ടുവരാം. വിത്തിൻ 15 minutes ഫയൽ എൻ്റെ ടേബിളിലിരിക്കണം. ഓഫ് കോഴ്സ്. ഓ ജീസസ്, ആ പോയ കുഞ്ഞാടിന് ഇച്ചിരി വെളിവ് കൊടുക്കണം. റോസിന്റെ പ്രിൻസിപ്പൽ എന്തിനാ ഇപ്പൊ എന്നെ വിളിക്കുന്നേ? ഹലോ, റൊസാലിയയുടെ പാരന്റ് ആണോ? ആക്ച്വലി ഞാൻ അവളുടെ സിസ്റ്ററാണ്. സർ പറഞ്ഞോളൂ, എന്താ കാര്യം? റോസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 2 ദിവസമായിട്ട് ആൾ ആബ്സെൻ്റ് ആണല്ലോ. ഇന്നലെയും ക്ലാസ്സിൽ വന്നില്ല, ഇന്നും ക്ലാസ്സിൽ വന്നില്ല. ആക്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇൻഫോം ചെയ്യണം. എന്ത്, അവള് ക്ലാസ്സിൽ വന്നില്ലേ? അത് സർ, ഇവിടെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാനാ പറഞ്ഞേ പോണ്ടാന്ന്. സോറി സർ, ഇനി വിളിച്ച് ഇൻഫോം ചെയ്യാം. ആൻഡ് താങ്ക്സ് ഫോർ യുവർ കൺസേൺ. ഇറ്റ്സ് ഓക്കെ, ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലൂക്ക് നാളെ ഈവനിങ് ഫ്ലൈറ്റിന് ചെന്നൈ പോവും.
നമ്മളും കൂടെ പോവും. ഏത് വകയിലാ നമ്മളും കൂടെ പോകുന്നു പറയുന്നേ? ഡി കൊച്ചെ, നിന്റെ പറച്ചിൽ കേട്ടാതൊന്നും പോക്കറ്റിൽ ഡോളേഴ്സ് ഇങ്ങനെ എണ്ണി എണ്ണി വെച്ചേക്കുവാന്ന്. ആര് ക്യാഷ് കൊടുക്കും ടിക്കറ്റിന്? അതുപോട്ടെ, ഇനി ക്യാഷ് ഉണ്ടെങ്കിൽ തന്നെ നിനക്കൊരു ചേച്ചി ഉണ്ടല്ലോ തലയായിട്ട്, അവളെങ്ങാനും വിടുവോ? ഞാൻ ഇന്ന് ഇത് 15ാമത്തെ തവണയാ പറയുന്നത്. എന്നാലും കുഴപ്പമില്ല, ഇനിയും പറയാം. ഈ റോസ് ഒരു കാര്യം പറഞ്ഞ അത് പറഞ്ഞതാ. ഒരു ഇവാച്ചിയും അതിൽ കയറി ഇടപെടാൻ വരില്ല. എടാ, ഇങ്ങനെ നോക്കി ഇളിച്ചോണ്ടിരിക്കാതെ ഞാൻ എന്താ ചെയ്യണ്ടേന്നൊന്നും പറ. ചേച്ചി വിളിക്കുന്നു. നീയല്ലേ ഇപ്പൊ പറഞ്ഞ നിനക്ക് നിന്റെ ചേച്ചിയെ പേടിയില്ലെന്ന്. എടി കോളെടുക്ക്. ഞാൻ എടുക്കൂല. ഇനിയിപ്പൊ നീ എടുത്തിട്ടും കാര്യമൊന്നുമില്ല, കോള് കട്ടായി. കമോൺ കെവിൻ, യുവർ ടേൺ. ഫോൺ എടുക്ക്. ഹലോ ചേച്ചി, എന്താ വിളിച്ചേ? മോനെ കെവിനെ, നിനക്ക് സുഖാണോടാ കുട്ടാ? ചേച്ചി, ഞാനിപ്പോ ഭയങ്കര സുഖത്തിലാ. അതൊക്കെ നല്ലതാ. പിന്നെ നിന്റെ അടുത്ത് എൻ്റെ ഒരേ ഒരു പെങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. നീ അവക്കൊന്ന് ഫോൺ കൊടുത്തേ, എനിക്ക് സംസാരിക്കണം. ഡാ, ഫോണെങ്ങാനും ഇങ്ങോട്ട് നീട്ടിയ കൊന്നുകളയും പന്നി. അത് പിന്നെ ചേച്ചി, അവൾ ഇവിടെ ഇല്ലാട്ടോ. ശരി, നീ ഫോൺ കൊടുക്കണ്ട, ലൊക്കേഷൻ അയക്കേ, ഞാൻ അങ്ങോട്ടൊന്ന് വരുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഐ എം ട്രാപ്ഡ്. എടാ, ഫോൺ ഇങ്ങ് തന്നേ. ജെകെ, ജസ്റ്റ് കിഡിങ്. ചേച്ചി, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. എന്താ ചേച്ചി? ചേച്ചിയുടെ കുണുവാവ ഇവിടെ ഉണ്ടായിരുന്ന? നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, എനിക്കൊന്ന് കാണണം. ചേച്ചി, എനിക്ക് ക്ലാസ് ഉണ്ട്. റോസ്, നീ ഇനി ഒരു തവണ കൂടി കള്ളം പറഞ്ഞ കർത്താവാണെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ റൂബിനെ അങ്ങോട്ട് വിടുന്നുണ്ട്, നീ ലൊക്കേഷൻ അയക്കി മര്യാദയ്ക്ക് കയറി പോന്നോളണം. ഇനി മുങ്ങാൻ വലുതോ പ്ലാൻ എന്നുണ്ടെങ്കിൽ പിന്നെ നീ ആ വീടിന്റെ പടി ചവിട്ടില്ല. ചേച്ചി, ഞാനിപ്പോ തൽക്കാലത്തിന് വെക്കുക, ബാക്കിയൊക്കെ നേരിട്ട് വന്നിട്ട് ഞാൻ പറയാം. അയ്യോ ചേച്ചി, വെക്കല്ലേ ചേച്ചി. റൂബി, റൂബി. എന്താണാവോ ഇനി അടുത്തത്? റൂബി, നീ ഫയൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞോ? മാം, കുറച്ചുകൂടി ഉണ്ട്. എന്നാ നീ ഇനി അത് ചെക്ക് ചെയ്യണ്ട. ഞാൻ ഓൾറെഡി ഇന്നലെ അത് ചെക്ക് ചെയ്തായിരുന്നു. പിന്നെന്തിനാ ഞാൻ എൻ്റെ 10 മിനിറ്റ് കളഞ്ഞത് ചെക്ക് ചെയ്തേ? ചെക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ട് 3 ദിവസമായി, എന്നിട്ട് ഇപ്പോഴും തീർന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഞാൻ നിന്റെ നമ്പറിലേക്ക് ഒരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നീ അവിടെ പോയിട്ട് റോസിനൊന്ന് കൂട്ടിക്കൊണ്ട് വരണം. രണ്ടും കറക്റ്റായിട്ട് ഇങ്ങോട്ട് തന്നെ വരണം. മുങ്ങാൻ വല്ലതും ആണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ. ഓക്കെ മാഡം, അപ്പം ഞാൻ പോയിട്ട് വരാം. ഇത് തന്നെയല്ലേ സ്ഥലം? എന്നിട്ട് റോസ് എവിടെ? ഏയ് അളിയൻസ്. ഡി കുരുട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അളിയെന്നൊന്നും വിളിക്കരുതെന്ന്. എൻ്റെ ഈ ജീവിതത്തിൽ വേറെ ആരെങ്കിലൊക്കെ മുഖത്ത് നോക്കി അളിയ എന്ന് എനിക്ക് വിളിക്കേണ്ടി വന്ന ഈ റോസ് അന്ന് തൂങ്ങിച്ചാവും. നോക്കിക്കോ. ഡോണ്ട് വറി ഗേൾ, അതിനു മുന്നേ ഞാൻ തൂങ്ങിച്ചാവും. പോരെ? അന്ത ഭയം ഇറക്കോ. കീ എടുക്ക്, ഇന്ന് ഞാൻ ഡ്രൈവ് ചെയ്യും. അതെന്താന്ന് വെച്ചാലേ, ആക്ച്വലി എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കണം എന്നൊക്കെ. പക്ഷേ എൻ്റെ മാഡം അതിന് സമ്മതിക്കില്ല. മോള് കാറിൽ കയറി, ചേട്ടൻ കൊണ്ടുവിടാം. ചേച്ചിയായി പോയി, അല്ലെങ്കിൽ ഞാൻ വല്ലതും ചെയ്തേനെ. തന്നെയാ എനിക്കും പറയാനുള്ള. ബോസായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ. ഇവക്ക് പണ്ട് പോലീസിലായിരുന്നു പണി. ഞാൻ എന്ത് ചെയ്താലും കണ്ടുപിടിക്കും. പന്ന സാരില്ല, പോട്ടെ. വേറെ ആർക്കും നിന്റെ വിഷമം മനസ്സിലായില്ലെങ്കിലും ഈ ചേട്ടന് മനസ്സിലാവും. അതെനിക്കറിയാം. അല്ലെങ്കിലും എനിക്ക് എൻ്റെ അളിയനെ ഉള്ളൂ. ആ ഒരു ഇതിൽ ചോദിക്കുവാണേ, എനിക്ക് ആക്ച്വലി നാളെ ചെന്നൈ വരെ പോകേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആഹാ, നീ കൊള്ളാലോടി. ദേ ചേട്ടാ, കളിക്കല്ലേ, അത്യാവശ്യം ആയതുകൊണ്ടല്ലേ പറഞ്ഞേ. നീ ഇപ്പൊ എന്നാത്തിനാ ഇത്രയും ധൃതിയിൽ ചെന്നൈ വരെ പോകുന്നേ? അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചേച്ചിനോട് പറഞ്ഞു പോയില്ലേ. അങ്ങനെ ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം നിനക്ക് ചെന്നൈ പോയിട്ടുള്ളേ? ഇതെന്ത് കഷ്ടമാ നോക്കണേ. ഞാൻ എന്ത് ചെറിയ കുട്ടി വല്ലതും ആണോ? ചേച്ചിയും കണക്കാ, അളിയനും കണക്കാ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. എനിക്കിതത്ര പിടിക്കുന്നില്ല. ഷെടാ, ഒരു തമാശ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കിവിടെ ഇല്ലേ? ചേച്ചിയും കണക്കാ, അനിയത്തിയും കണക്കാ. മതി എൻ്റെ ഡയലോഗ് കോപ്പി അടിച്ച്.
അതൊക്കെ വിട്ടിട്ട് എൻ്റെ ചേച്ചി എന്തിനാ എന്നെ വിളിച്ചേ എന്ന് പറ. സത്യം പറയണോ അതോ കള്ളം പറയണോ? കള്ളമൊന്നും പറഞ്ഞ് കഷ്ടപ്പെടണ്ട, സത്യം പറ. നിന്റെ ചേച്ചി രാവിലെ തൊട്ടേ സൈക്കോ മൂഡില്ല. ഇന്ന് എന്നെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച ഫയൽ വീണ്ടും ചെക്ക് ചെയ്യിപ്പിച്ചു. പിന്നെ നിന്നെ വിളിച്ച സ്ഥിതിക്ക് നീ കോളേജിൽ പോയിട്ടില്ല എന്ന് എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പത്തൊരു ഇത് വെച്ചിട്ട് ഒരു ചെറിയ ഭൂമി കുലുക്കത്തിലൊക്കെ ഒതുങ്ങാൻ സാധ്യതയുണ്ട്. വണ്ടർഫുൾ. ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കാനാണോ നമ്മളെ രണ്ടിനെ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഡാലിയ, ജീവൻ വേണമെങ്കിൽ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കേ. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ മിണ്ടു. എന്നാ ഇവിടെ ചലിച്ചോണ്ടിരിക്കെ, കിട്ടാനുള്ളതൊക്കെ കിട്ടുമ്പോ താനെ പഠിച്ചോളൂ. ഞാൻ ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. ഞാൻ പോട്ടെ, ബൈ. അല്ല, ഒന്ന് നിക്കണം. സാർ ഇത് എങ്ങോട്ടാ ഇത്ര ധൃതിയില്? അല്ല മാഡം, ഇത് നിങ്ങളുടെ ഫാമിലി മാറ്റർ അല്ലേ, അപ്പൊ ഞാൻ അങ്ങോട്ട്. അത് കൊള്ളാലോ. ഇതെങ്ങനെ ഫാമിലി മാറ്റർ ആവും? ചേച്ചി, ഇവൻ പറഞ്ഞിട്ടാ ഞാൻ ഇന്ന് കോളേജിൽ പോവാൻ. ഞാൻ എപ്പോ പറഞ്ഞ്? ചേച്ചി, ഇവ മാഡം, ഇതൊന്നും വിശ്വസിക്കരുത്, ഇവളാണോടായിപ്പാ. റോസേ, ഞാൻ പല തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യുന്ന കോപ്രായങ്ങൾക്കൊന്നും എന്റെ റൂബിയെ വിളിക്കരുതെന്ന്. ഇവൻ എപ്പ തൊട്ടാ ചേച്ചിയുടെ റൂബി ആയത്? ഇതേ എന്റെ റൂബിയ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. റോസ്, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാനൊരു വിധത്തിലാ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെന്ത് കഷ്ടമാ. ചേച്ചിക്ക് എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ പ്രിൻസിപ്പൾ വിളിച്ച് അതൊക്കെ പറഞ്ഞപ്പോ ഞാനൊക്കെ ഇല്ലാണ്ടായിപ്പോയി. നീ എവിടെയായിരുന്നു ഡി? അത് പിന്നെ ചേച്ചി, ഇന്ന് കെവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പം അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഞങ്ങളൊക്കെ കൂടി കഫേ പോയത്. റൂബി, എൻ്റെ ലാപ്പിൽ കെവിൻ്റെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ്റെ പേപ്പേഴ്സ് കിടക്കുന്നുണ്ട്. നീ അതൊന്ന് എടുത്ത് അതിലെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്തേ. മാം, ഇറ്റ്സ് January 14th. ചെറ്റ. ആഹാ, ജാനുവരി 14th ബർത്ത്ഡേ ആണോ? എൻ്റെ കുട്ടി നവംബറിൽ തന്നെ ആഘോഷിക്കുന്നേ. കൊള്ളാല പരിപാടി. അത് ചേച്ചി, ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കെവിൻ്റെ അല്ല, ക്ലാരയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഡി റോസെ, വെറുതെ കള്ളം പറഞ്ഞ് കഷ്ടപ്പെടണ്ട. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം. പിന്നെ നിങ്ങളുടെ 3 പേരുടെയും അഡ്മിഷൻ ഞാനാണ് എടുത്തത്. അതിൻ്റെ പേപ്പേഴ്സ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഇന്ന് അസൈൻമെൻറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ക്ലാസ് കട്ട് ചെയ്തത്. ഇത് ഞാൻ അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ വിശ്വസിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പിന്നെന്തിനാ നീ ഇന്നലെ ക്ലാസ് കട്ട് ചെയ്തേ? ചേച്ചി, ഞാനിത് ചെറിയ കുട്ടിയാണോ ഇങ്ങനെ ഇട്ട് താലോലിക്കാം? തലേ വെച്ച പേനായിരിക്കും, തറ വെച്ച ഉറുമ്പായിരിക്കും എന്ന് പറഞ്ഞ് പൊക്കിയോണ്ട് നടന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എൻ്റെ ചേച്ചി, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ചേച്ചിക്ക് ഇപ്പം എന്താ വേണ്ട? നീയായിട്ട് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. നീ എന്താ ഇന്നലെ കോളേജിൽ പോവാതിരുന്നേ? എന്തുകൊണ്ടാ ഇന്ന് കോളേജിൽ പോവാതിരുന്നേ? പിന്നെ ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? ചേച്ചി പ്ലീസ്, എനിക്കതൊന്നും പറയാൻ പറ്റില്ല. എന്നെ വീണ്ടും വീണ്ടും ചോദിച്ച് വേദനിപ്പിക്കല്ലേ. അതെന്തുകൊണ്ടാണ് നിനക്ക് പറയാൻ പറ്റാത്തത്? അതൊക്കെ പോട്ടെ, ആ സൈറസുമായിട്ട് നിനക്കെന്താ ബന്ധം? ചേച്ചിക്കെങ്ങനെ സൈറസിനെ? ഞാനൊന്നും അറിയുന്നില്ല എന്ന് നീ വിചാരിക്കരുത്. ഇപ്പം പറഞ്ഞോളണം. ശരി, ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടപ്പെട്ട ആളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിട്ട ആളാ ആ സൈറസ്. മോളെ, നീ റെഡിനെ പറ്റിയിട്ടാണോ ഈ പറയുന്നേ? അവൻ മരിച്ചത് കാർ ആക്സിഡൻറ്റിലാ. അതിന് സൈറസ് എന്ത് ചെയ്തു എന്ന് നീ പറയുന്നേ? ശരിയാ, അവൻ മരിച്ചത് കാർ ആക്സിഡൻറ്റിൽ തന്നെയാ. പക്ഷെ അവനെ കൊന്നതാ എല്ലാരും കൂടി മനഃപൂർവ്വം. റോസ്, അങ്ങനെയൊന്നും ഇല്ല. നീ വെറുതെ ചിന്തിച്ചു കൂട്ടണ്ട. അല്ല റൂബി, അവനെ കൊന്നതാ. അവനൊരു പാവായിരുന്നു. പിന്നെന്തിനാ എല്ലാരും കൂടി? അയ്യേ, എൻ്റെ റോസ് കിടന്ന് കരയുവാണോ? സാരില്ല, നീ ഒന്നും പറയണ്ട. നിന്റെ ചേച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കൈവശമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നീ പൊക്കോ. നിന്റെ റെഡിനെ പറ്റി ഞങ്ങൾ ഇനിയൊന്നും ചോദിക്കുന്നില്ല, പോരെ? ഇല്ല, ഇനിയും മറച്ചു വെക്കുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് ഞാനും സാരസായിട്ടുള്ള ബന്ധം എന്താണെന്ന് അറിയണ്ടേ? അതറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ റെഡിനെ പറ്റി അറിയണം. അവൻ എനിക്ക് ആരായിരുന്നു എന്നറിയണം. ഞാൻ അവനെ ആദ്യമായിട്ട് കാണുന്നത് കോളേജ് ഫസ്റ്റ് ഡേ വെച്ചാ.
ഒഫീഷ്യലി നമ്മൾ ഈ കോളേജിൽ കാലെടുത്ത് കുത്താൻ പോകുന്നു. എൻ്റെ പൊന്നു കർത്താവെ, കുഴപ്പങ്ങളൊന്നും എൻ്റെ അടുത്തേക്ക് നീ ടാക്സി വിളിച്ച് പറഞ്ഞു വിടല്ലേ. ടാക്സി അല്ല, റോക്കറ്റ് ആയിരിക്കും പറഞ്ഞു വിടാൻ പോകുന്നത്. അയ്യോ തമാശ, എനിക്കിതൊന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണിയില്ലേ. ഞാൻ പോണ്. ഡി വേണമെങ്കിൽ പിന്നാലെ ഓടിക്കും. ഇവിടെ നിന്നാലേ പ്രശ്നം സീനിയേഴ്സ് ഉള്ളതാ. ഡി മൊയിലും കുഞ്ഞെ ഒന്നവിടെ നിന്ന്. കർത്താവേ, 1000 നന്ദി. നീ എനിക്ക് വേണ്ടി വിട്ട റോക്കറ്റ് ആയിരിക്കും ഇത്, അല്ലേ? പ്രപ്പോസലാ? എടാ ഒന്ന് എണീറ്റ്, താൻ എന്തേ ചെയ്യുന്നത്? സാറാ പ്ലീസ്, ഐ ലവ് യു ഡി. പ്ലീസ് അക്സെപ്റ്റ് മൈ പ്രപ്പോസൽ. അയ്യോ എന്റെ പൊന്നിച്ചായ, തനിക്ക് ആള് മാറിയതാ. എന്റെ പേര് സേറാന്നല്ല, ഞാൻ റോസ. ആണോ? സോറി, മൈ മിസ്റ്റേക്ക്. ചെക്കനെ വെറുതെ തെറ്റിദ്ധരിച്ച്. പാവം, ആള് മാറിയതായിരുന്നു. റോസ്, ഐ ലവ് യു. കണ്ടപ്പോ തൊട്ടുള്ള ട്രൂ ലവ്. പ്ലീസ്, നീ പറ്റൂലെന്ന് മാത്രം പറയരുത്. മച്ചു, ചെക്കൻ കിടന്ന് തകർക്കുവാണല്ലോ. നീ നല്ലപോലെ സൂം ചെയ്ത് വീഡിയോ എടുത്തോ. ഇപ്പൊ കിട്ടും തല്ല്. അടി പാബി, നീ ഇതിനായിരുന്നോ എന്റെ ചെക്കനെ ട്രെയിൻ ചെയ്ത് വിട്ടെ? ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നും കണ്ടില്ല. അല്ലാതെ പിന്നെ അല്ല, നമ്മൾ ഈ കോളേജിൽ വന്നിട്ട് ഇതും കൂടി ചേർത്ത് 4ാമത്തെ വർഷ. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എത്ര അടി ഇട്ടിട്ടുണ്ടെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? അതൊരുപാടുണ്ടാവും എന്തായാലും. അവൻ എത്ര അടി ഇട്ടിട്ടുണ്ട്? ഇതുവരെ ആരുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല. ഇനി തല്ലിന് പോയാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറും. അങ്ങനെ ഇരിക്കുമ്പം ഒരടിയെങ്കിലും അവൻ വേടിക്കണ്ടേ? എന്തിന്? എക്സ്പീരിയൻസ്. എടാ, അവൻ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് നോക്ക്. വണ്ടർഫുൾ. ഡീ നോക്കി നിന്ന് വെള്ളം ഇറക്കാതെ ഒന്ന് പിടിച്ച് മാറ്റടി. രണ്ടിന് കോളേജാണ്. വെയിറ്റ്, സീൻ കട്ട്. അല്ല, ഇതുവരെ ഒക്കെ ഓക്കെ ആണ്. അവൻ നിന്റെ അടുത്ത് വന്നു, പ്രപ്പോസ് ചെയ്തു. പക്ഷെ ആ ഉമ്മ എവിടെ നിന്ന് വന്നു? ഇവിടെ കൊല്ലങ്ങളായി പിന്നാലെ നടക്കുന്ന എനിക്ക് ഒരെണ്ണം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു ദിവസത്തെ പരിചയം പോലും ഇല്ലാത്ത അവനെ നീ കയറി ഉമ്മ വെച്ചോ? ഇംപോസിബിൾ. ഇംപോസിബിൾ. ഈ കഥ ഞാൻ ഇവിടെ പറയാൻ തുടങ്ങിയപ്പോഴേ പ്രതീക്ഷിച്ചതാ ഇങ്ങനൊരു ചോദ്യം. പക്ഷേ ആ രഹസ്യം ഞങ്ങളോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരും. ആണോ? എന്നാ അതെന്തെങ്കിലും ആവട്ടെ, നീ ബാക്കി പറ. പിന്നെന്തുവാ, അടുത്തൊരു 6 മാസക്കാലം സ്വർഗായിരുന്നു. ഞങ്ങളുടെ മാത്രം കാലം. ഈ കാറ്റു വന്നു കാതിൽ പറഞ്ഞു, നീ എന്നും എന്നും എന്റേതു മാത്രം. ഒഴുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഇതേ ഇച്ഛായ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ഇത് മുഴുവൻ കാടാ. ഈ കാട് കാണിക്കാനാണോ എന്നെ ഇതുവരെ കൊണ്ടുവന്നേ? ഒന്ന് സമാധാനപ്പെടുവണേ. ശരിയാ, നിന്നെ ഞാൻ ഈ കാട് കാണിക്കാൻ തന്നെ കൊണ്ടുവന്നേ. പക്ഷേ വേറെ പലതും എനിക്ക് കാണിക്കാനുണ്ട്. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തഴുകവേ, കൺചിമ്മാതെ കാക്കാമെന്നോ മലേ ഈ നീളമിഴിയഴങ്ങളിൽ ഞാൻ. ഓ വീണലിഞ്ഞു പോകുന്നു താനേ, ഒരുകുമെൻ വിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ.
ഗുരുട്ടെ, എന്നതാ ഞാൻ ഈ കേക്കുന്നേ? അപ്പൊ ഇതിനാണ് എന്റെ പൊന്നുമോള് ബാംഗ്ലൂർ പോയി തന്നെ പഠിക്കണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചല്ലേ? എന്നാലും എന്റെ റോസേ, നിനക്ക് എന്നോടൊരു വാക്ക് പറയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വിളിക്കുമ്പോ അവളുടെ ഇല്ലാത്തൊരു പഠിത്തം. ഡി, നീ വാച്ചിനോട് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ടാ നീ എന്നോട് പറയാതിരുന്നേ? നിനക്ക് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഫ്രീഡം ഞാൻ തന്നിട്ടില്ലേടി കുരുട്ടെ? ഇനി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കൊണ്ടിരിക്കും. അല്ല, ഞാൻ ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ, ഓർക്കുന്നില്ലേ? ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ രണ്ടുപേരെയും വിളിച്ച് കോള് കണക്ട് ചെയ്തത്. ഈശ്വര, അത് ഇത് പറയാനായിരുന്നോ? ആ കറക്റ്റ് സമയത്ത് നശിച്ച മഴ കാരണം എൻ്റെ കേബിള് കട്ടായിപ്പോയി. പിന്നെ അത് ശരിയാക്കാൻ ഞാൻ പെട്ട പാട്. എങ്ങനെ? എന്തോ ഇച്ചായി കേട്ടില്ല. അതായത് അതൊന്ന് ശരിയാക്കി കിട്ടാൻ എൻ്റെ റൂബി പെട്ട പാട്. എൻ്റെ കർത്താവേ. ഇപ്പോഴാ അതിലെ ഗ്രാമർ മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ആയത് അല്ലേ റോസേ? ഞാനിങ്ങനെ പന പോലെ നിൽക്കുമ്പോഴാ അവരുടെ ഒരു റൊമാൻസ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നാ രണ്ടിന്റെ വിചാരം. ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ പറഞ്ഞു കൊടുക്കണ്ടേ റോസേ? ഓ പിന്നെ, ഞാനിപ്പോ എന്ത് പറയാൻ? ഇതേ നിങ്ങളുടെ ഫാമിലി മാറ്റർ, അതില് തലയിടാൻ ഞാനില്ലേ? എൻ്റെ പൊന്നു റൂബി, നീ ആദ്യം ഈ വിഷയം മാറ്റുന്ന പരിപാടി ഒന്ന് നിർത്ത്. ഇനി റോസ് പറ. പിന്നെ ഞാനാര് ഇവരുടെ വേലക്കാരിയോ? രണ്ടിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഏതൊക്കെയോ സ്ക്രൂ ഇളകി നിൽക്കുക ഡി റോസേ. ആയിച്ചായി. അപ്പൊ നിനക്ക് എന്താ വേണ്ടേ? കഥ അല്ലേ? അപ്പം ബാക്ക് ടു മൈ ലവ്ലി കോളേജ്. എന്നാ ടേസ്റ്റ് ആടി ഇതിന്. അതെ അതെ, എനിക്കും തോന്നി. അല്ലെങ്കിലും 2 മിനിറ്റിന് മാഗി അരമണിക്കൂർ എടുത്ത് ഉണ്ടാക്കുന്നില്ലേ ഞാൻ ബെസ്റ്റാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് നമ്മുടെ ചെക്കന്മാര് ക്ലാസ്സിൽ വന്നില്ല എന്നാ തോന്നുന്നത്. ആരുടെ ചെക്കന്മാര് വന്നില്ലെങ്കിലും എന്റെ ചെക്കൻ കറക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ വരും. എന്നാലേ ഇന്നും കറക്റ്റ് ആയിട്ട് വരുന്ന ചെക്കൻ ഇന്ന് വന്നിട്ടില്ല. എടി മഹാഭാവി, എന്നിട്ട് ഇത് ഇപ്പോഴാണോ പറയുന്നേ? പിന്നെ എന്ത് കാണിക്കാനാണാവോ ഞാനിവിടെ വന്നിരിക്കുന്നേ? ഞാൻ പോണ്. ലിസ, എന്താ അവിടെ ബാഡ്മിന്റണില് 3 പേരും കൂടി? ഇതെന്താ ചന്തയാണോ? ഇനി നീയായിട്ട് ഇറങ്ങി പോണ്ട ആവശ്യമില്ല, സാർ തന്നെ ഇറക്കി വിട്ടോളൂ. വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ബട്ട് വയലൻസ് ലൈക്സ് മീ. ഐ കാൺട്ട് അവോയ്ഡ്. 3 of you get up. എന്താ അവിടെ പരിപാടി? ഇതുവരെ ഫുഡ് കഴിക്കുമായിരുന്നു, ഇനി ഒരു പെപ്സി ബാക്കിയുണ്ട്. സാറിന് വേണോ? idiots, get out of my class. വെറുതെ രാവിലെ തന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് വന്നോളൂ. ഹായ്, ഒരു കോഴിക്കുഞ്ഞിനെ റാഞ്ചി കൊണ്ട് പോകുന്നതല്ലേ ഞാനാ കണ്ടത്? അതെ അതെ, ഇനി ഒരു അരമണിക്കൂറിന് അവിടേക്ക് ആരും പോകാത്തതാണ് അവർക്ക് നല്ലത്. ഇച്ചായി ഒന്ന് വിട്ട്, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. എന്റെ കൊച്ചെ ഒന്ന് അടങ്ങിയിരി, ഞാനല്ലേ. പിന്നെ നിനക്ക് വേദനിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിത്തരാനും എനിക്കറിയാം. നീ നൈറ്റൊന്ന് വീട്ടിലോട്ട് പോവാ, ഒരു കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ഒക്കെ ചെയ്ത് ഞാൻ വിട്ടേക്കാം. വന്ന് നാണൊന്ന് പറയുന്നൊരു സാധനം ഇച്ഛയിക്കില്ല. ഞാൻ പോവാ. എടി മാക്രി, പോവല്ലേ. എനിക്കിതേ ഒരൊറ്റ കിസ് മതി, അത് കഴിഞ്ഞാൽ ഇച്ചായി പൊക്കോളാം. തരാൻ സൗകര്യമില്ല. താൻ എന്താന്ന് വെച്ചാ ചെയ്. റോസ്, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല. സോറി, ഐ എം സോറി. ഞാൻ പോവാ. ഇച്ചായി അങ്ങനെയല്ല, പോവല്ലേ. അങ്ങനെയല്ല ഇച്ചായി. റോസ്, ആ ചെക്കനെ പറഞ്ഞു വിട്ടപ്പോ നിനക്ക് സമാധാനായില്ലേടി? എന്റെ റെഡ് ഇന്നും ക്ലാസ്സിൽ വന്നില്ല അല്ലേ? എന്റെ പൊന്നു റോസെ, ആദ്യം നീ കരച്ചിലൊന്ന് നിർത്ത്. പിന്നെ അവൻ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നും അല്ല വരാത്തത്, അവന്റെ പപ്പ വന്നു അതാ. അങ്ങനെയൊന്നും അല്ലടാ, ഞാൻ അവനെ പറഞ്ഞു വിട്ട് അവനിനി എന്നെ കാണാൻ വരില്ലേ? അവനിനി എന്നെ വേണ്ടേ? നിന്റെ മൂഡ് സ്വിങ്സിന്റെ ഒക്കെ കാര്യം വേറെ ആരെക്കാട്ടിലും അവന് നന്നായിട്ട് അറിയാവുന്നതാ. പിന്നെ നിന്നെ അങ്ങനെ ഇട്ടിച്ച് പോകാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല. എടി റോസെ, നീ എത്ര നേരം ആ ഫ്ലവർ പിടിച്ചോണ്ടിരിക്കും? ഞങ്ങൾക്കൊക്കെ പേടിയായി തുടങ്ങിയേ. നിങ്ങളൊക്കെ എന്തിനാ പേടിക്കുന്നേ? ഇതെനിക്ക് റെഡ് തന്നതാ. അവൻ എനിക്ക് വേണ്ടി തന്നതാ. ദിവസങ്ങളൊന്നും ആർക്കു വേണ്ടിയും കാത്തു നിന്നില്ല. ഒരാഴ്ച കഴിഞ്ഞു, പക്ഷേ റെഡ് ഇപ്പോഴും കോളേജിൽ വന്നിട്ടില്ല.
റോസിന്റെ കാര്യം അവൾ എങ്ങനെ അവിടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ആർക്കും അറിയില്ല. പിന്നെ കൂടെയുള്ളവർക്കും പേടി അധികമായി തുടങ്ങി. പക്ഷേ ഇതിനൊക്കെ ഒരു അവസാനം ഇട്ടുകൊണ്ട് നമ്മുടെ റെഡ് കോളേജിൽ വന്നു. കൃത്യം 8 ദിവസം കഴിഞ്ഞായിരുന്നു. ഇതറിഞ്ഞുടൻ റോസ് അവനെ ചെന്ന് വാരിപ്പുണർന്നു. പക്ഷേ ഒരു 100 കൈ നീട്ടി മാറിൽ ചേർക്കാം. റോസ്, നീ എന്താ ചെയ്യുന്നേ? ഒന്ന് വിട്. ഇല്ല റെഡ്, എന്നെ കൊണ്ട് നിന്നെ വിട്ട് കളയാൻ പറ്റില്ല. അന്നത്തെ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ അത് ഇങ്ങനൊന്നും ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ തല്ലിക്കോ, വേണമെങ്കിൽ കൊന്നു. പക്ഷെ എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ റെഡ്, എന്നോടൊന്നും മിണ്ടേ. നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ പട്ടി കിടന്ന് കരയുന്ന? പ്ലീസ് റെഡ്, എന്നെ വിട്ട് പോവല്ലേ, എനിക്ക് പറ്റില്ല. റോസ്, ഞാൻ നിന്നോട് അവസാനമായിട്ടൊരു കാര്യം പറയുക. പ്ലീസ് എന്നെ വിട്ടൊന്ന് പോ. ഞാൻ നിനക്ക് പറ്റിയ ആളല്ലടി. എടാ, നിനക്ക് എന്താ പറ്റിയേ? എവിടെയായിരുന്നു നീ? റോസ്, എന്റെ പപ്പ ഇച്ചാനും വന്നിട്ടുണ്ട്. അവര് ഞാൻ വിചാരിച്ച ആളല്ല. അവര് നിന്നെ കൊല്ലും റോസ്. വേണ്ടി വന്ന എന്നെയും കൊല്ലും. എടാ, നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറഞ്ഞാ നിന്നെ മനസ്സിലാക്കേണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. എന്റെ കല്യാണം ഉറപ്പിച്ചു. ആരുമായിട്ടാ? പെണ്ണിനെ പറഞ്ഞു വന്ന് നിനക്കറിയാം, അതായത് നന്നായിട്ടറിയാം. നമ്മുടെ ക്ലാര വെയിൻ. ക്ലാരയോ? അവളെങ്ങനെ? ക്ലാരയുടെ പപ്പയും എൻ്റെ പപ്പയും ബിസിനസ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ 20 years ഓഫ് ബിസിനസ് പാർട്ട്ണർഷിപ്പ് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവർ കണ്ടെത്തിയ വഴിയാ ഈ മാരേജ്. എടാ പൊട്ട, നീ ഒറ്റ മോനൊന്നും അല്ലല്ലോ, നിനക്കൊരു ചേട്ടനില്ലേ? ആ പൊട്ടനോട് പോയി കെട്ടാൻ പറ, പ്രോബ്ലം സോൾവ്. ഞാൻ അങ്ങനെ ചെയ്താ പിന്നെ ക്ലാരയുടെ കാര്യം എന്താവും? അതുപോട്ടെ, കെവിന്റെ കാര്യം എന്താവും? എൻ്റെ ചേട്ടനായോണ്ട് പറയുമല്ല, ആളൊരു മഹാ ചെറ്റയാ. അവന്റെ അടുത്തേക്ക് അവളെ പറഞ്ഞയക്കുന്നതിലും നല്ലത് വല്ല പൊട്ടക്കിണച്ചിലെടുത്ത് താത്തുന്നതായിരിക്കും. ഹീസ് എ ഫക്കിംഗ് മാഫിയ. എന്ന് വെച്ച് നീ അവളെ പോയി കെട്ടുവോ? എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവളെ കെട്ടിയാലും ഇല്ലെങ്കിലും ഞാനൊരു മാഫിയ ആവേണ്ടി വരും. എനിക്ക് അങ്ങനെ ആവണ്ട റോസ്. നീ എന്നെ വിട്ടു പോക്കോ. ഇങ്ങനെ ഒരാളുടെ ഭാര്യയായിരിക്കാൻ മാത്രം വലിയ തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ നോക്ക്. നീ എന്താ എല്ലാ കുഞ്ഞു വലുതും ആണോ? നിനക്ക് പറ്റില്ലാന്നുണ്ടെങ്കിൽ പറ്റില്ലാന്ന് പറയണം. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? ഇങ്ങനെ ആൾക്കാരെ കൊന്ന് ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ എന്താ ഇങ്ങനെ? ഇറ്റ്സ് ഓൾ അബൌട്ട് ബിസിനസ്. അത് പറഞ്ഞിട്ട് എന്താ നിന്റെ തലേ മാത്രം കേറാത്തെ? ബിസിനസ് എത്രയോ പേരുടെ ചോരയിൽ കെട്ടിപ്പണിയത് ഈ സാമ്രാജ്യത്തിന് അത്ര വലിയ ആയുസൊന്നും കാണില്ല. റൈഡറേ, ഞാനൊരു വിധത്തില് നിനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുമ്പോ നീ എന്റെ തല കയറി നിരങ്ങുന്നോടാ. നിനക്ക് കിട്ടിയതൊന്നും പോരെ മിസ്റ്റർ റൈഡർ ബെഞ്ചമിൻ? നിങ്ങൾ എന്ത് വേണോ ചെയ്യേ, പക്ഷെ ഈ വക ചെറ്റത്തരത്തിനൊന്നും റൈഡർ കൂട്ട് നിൽക്കില്ല.
പറ്റുവാണെങ്കിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും എല്ലാത്തിനെയും. ഐ ലൈക്ക് ദി കോൺഫിഡൻസ്. ഐ എം ക്വൈറ്റ് ഇംപ്രസ്ഡ്. പിന്നെ ഇത് ഉപയോഗിക്കേണ്ടടുത്ത് ഉപയോഗിച്ച നമ്മളൊരു പൊളിക്കും. മോനി ഫീൽഡിൽ ആദ്യമായിട്ടില്ലേ, അതിന്റെ കഴപ്പ ഇപ്പൊ ഈ കാണിച്ചത്. സാരില്ല, വഴിയെ ശരിയായിക്കോളും. ഇല്ലെങ്കിൽ ഏട്ടൻ ശരിയാക്കിക്കോളാം. ഇച്ചായിക്ക് എന്താ പറഞ്ഞിട്ട് മനസ്സിലാവാത്ത? കോൺഫിഡൻസ് ഒക്കെ നല്ലതാ, പക്ഷെ അത് കാണിക്കുമ്പോ ആളറിഞ്ഞു കാണിക്കണം. അല്ലെങ്കിൽ എന്റെ മോൻ കുറച്ച് പാടുപെടും. അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു നിന്നോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന്. അറിയാലോ, പിന്നെ എന്തിനാ കിടന്ന് മെനക്കിടുന്നേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊക്കെ കഷ്ടപ്പെടണമല്ലോ. കുത്തുമ്പോ മർമ്മത്തിന് നോക്കി തന്നെ കുത്തണമെന്ന് പണ്ട് അപ്പം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലൊരു സാധനം എനിക്കിന്ന് കിട്ടി. ദേ നോക്കിക്കേ, കണ്ട് നല്ല പരിചയമുണ്ടല്ലേ? എന്തായാലും എന്റെ അനിയൻ കൂട്ടനെ ഞാനത് സമ്മതിച്ച് തന്നിരിക്കുന്നു. എന്നെ ഫിഗറാടവേ. പക്ഷെ എന്ത് ചെയ്യാൻ, ഇവളുമാരൊക്കെ ഒരു രാത്രിക്ക് കൊള്ളാം. അത് കഴിഞ്ഞ പിന്നെ വേസ്റ്റ്. ഇപ്പൊ തൽക്കാലത്തിന് എന്റെ മോൻ അപ്പം പറഞ്ഞ പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. ഇവളെ ഞാൻ നോക്കടാ. ഏട്ടനായി പോയി, അല്ലെങ്കിൽ ഞാൻ വലുതൊക്കെ എടുത്ത് ചെയ്തേനെ. അതിനു മാത്രമുള്ള വളർച്ചയൊന്നും എന്റെ മോൻ എത്തിയിട്ടില്ല. ആകുമ്പോ ഇച്ചായനെ അറിയിക്കാം. ഇപ്പൊ തൽക്കാലത്തിന് മോൻ അപ്പം പറയുന്ന ഏക്ക്. പിന്നെ നീ മര്യാദക്ക് കേട്ടോ, മര്യാദക്ക് നിൽക്കുവാണെങ്കിൽ അവക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കോളാം. ഇച്ചായി എന്തൊക്കെ ഈ കിടന്ന് പറയുന്നെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ അറിഞ്ഞ എന്റെ ഇച്ചായൻ ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനെ എടുത്തു കയറി മോൾ ഡിസിഷൻ ഒന്നും എടുക്കണ്ട. നിനക്കത് ഈ ദിവസം മുഴുവൻ ഞാൻ തരും. നന്നായിട്ടൊന്നിരുന്ന് ആലോചിക്കുക കേട്ടോ. പിന്നെ ഞങ്ങളെ വഴിക്ക് വരുവാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ വരുത്താൻ ഞങ്ങൾക്ക് അറിയാം. അപ്പം ഏട്ടോ പോട്ടെ, ബൈ. ഹലോ എടാ, സോറി ഞാൻ നീ പറഞ്ഞതൊക്കെ ആദ്യമേ കേൾക്കണമായിരുന്നു. ഡാ, നീ കിടന്ന് കരയുവാണോ? കരയാനുള്ള സമയമല്ല ഇത്. നീ സിമ്മ് മാറ്റിക്കോ. നിന്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കോള് ഒരുത്തിനും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ആക്ട് നോർമൽ. നീ എല്ലാത്തിനും സമ്മതമാണെന്ന് എന്നെ അറിയിച്ചേക്ക്. ഒരു 1 വീക്കൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ ഇനി അവിടെ കിടന്ന് മൂങ്ങി എന്നെങ്ങാനും ഞാൻ അറിഞ്ഞ നിന്നെ ഞാൻ അവിടെ വന്ന് കൊല്ലും, പന്നി. ആൻഡ് കോൾക്കട്ട് ബൈ. നീ ഇത് എന്താലോചിച്ചോണ്ട് നിൽക്കുക? ഞാൻ പറയുന്ന വല്ല നീ കേൾക്കുന്നുണ്ടോ? ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് പോടി പുല്ലേ. പോവല്ലേ, നിക്ക്. ഇച്ചായി റെഡ് അവന്റെ ദേഷ്യം മുഴുവൻ ഡ്രൈവിങ്ങിൽ തീർത്തു. ഇത് നന്നായിട്ട് അറിയാമായിരുന്ന റോസ് ആദ്യമേ തന്നെ കിവനെ വിളിച്ചിരുന്നു. ഇവർ രണ്ടുപേരും കൂടി കാർ എടുത്ത് ഇവനെ ഫോളോ ചെയ്തു. റെഡിന്റെ കാർ നിർത്തിക്കലായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും ലക്ഷ്യം. പക്ഷേ നിർത്തിക്കാൻ പോയ ഇവർക്ക് കാണേണ്ടി വന്നത് കരൾ അലിയിപ്പിക്കുന്ന മറ്റൊരു കാഴ്ചയായിരുന്നു. ഇറങ്ങി വാടാ. നമുക്ക് പോയി രക്ഷിക്കാൻ പറ്റും. എന്നെ വീട് റോസ് പ്ലീസ്, നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞ വന്ന് സമാധാനിപ്പിക്കാൻ. അവൻ ഇനി ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പില്ല.
ഐഷ്, ഇതെന്ത് കഷ്ടവാ. ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ കിടന്ന് കരഞ്ഞാലോ? ഇവിടെ ഞാൻ പോലും കരയുന്നില്ല. അപ്പഴാ പിന്നെ ചേച്ചി കരയുന്നത് എൻ്റെ റെഡിന് ഇഷ്ടമല്ല. ഞാൻ ചേച്ചീൻ്റെ ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ അവൻ പറഞ്ഞ എന്താണെന്നറിയോ? ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേച്ചിനെ കാണാൻ അടിപൊളിയാണെന്ന്. എന്തായാലും എനിക്കിതുവരെ അങ്ങനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അയ്യടാ, ആ ചിക്കന് ഇച്ചിരി വെളിവുണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ കുഞ്ഞിന് ഇല്ലാതെ പോയി. അല്ല, നീ സൈറസിന്റെ കാര്യമൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. എൻ്റെ ഒരു കാര്യം, അവന്റെ കഥ പറയാൻ വന്നിട്ട് ഞാൻ ബാക്കിയൊക്കെ പറഞ്ഞു, ഇത് മാത്രം പറഞ്ഞില്ല. ഇതൊക്കെ ഓർമ്മിപ്പിക്കണ്ടേ ചേച്ചി? ഡി ചേച്ചി അനത്തും കൂടെ അവിടെ കുശലം പറഞ്ഞിരിക്കാത്ത മര്യാദക്ക് കഥയൊന്നും പറഞ്ഞു മുഴുവനാക്ക്. ആരടി സൈറസ്? ആ, സൈറസിന്റെ കാര്യം അതിപ്പോ പറഞ്ഞു വന്ന അത്ര വലിയ കഥയൊന്നും അല്ലെന്നേ. നമ്മുടെ ക്ലാരയില്ലേ, അവക്ക് 2 ഏട്ടന്മാരുണ്ട്. അതിൽ മൂത്തത് ലൂക്ക, ഇളയതാണ് ഈ വന്ന സൈറസ്. പിന്നെ നമ്മുടെ റെഡുമായിട്ട് ക്ലാരയെ കല്യാണം ആലോചിച്ചില്ലായിരുന്നു. ക്ലാരയ്ക്ക് നമ്മുടെ കെവിനെ അല്ലേ ഇഷ്ടം. അപ്പം അവൾ അത് പറഞ്ഞപ്പം അവളെ ഇട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് രണ്ടും കൂടി. പാവ അവള്. അപ്പോ ക്ലാരയുടെ പപ്പയുടെ കമ്പനിയാണോ ജെയ്ഡ്? അല്ല, നമ്മുടെ റെഡിന്റെ പപ്പയുടെ കമ്പനിയാണ് ജെയ്ഡ്. പക്ഷെ അത് ലിയാമാണ് മാനേജ് ചെയ്യുന്നത്. അവരുടെ കാര്യമൊക്കെ എന്നതേലും ആവട്ടെ, പക്ഷെ നമ്മൾ ഇനി അവരുടെ പിന്നാലെ പോയി സമയം കളയുന്നില്ല കേട്ടോ. പിന്നെ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കോളും. നമ്മൾ എന്തിനാ വെറുതെ? ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓൾറെഡി ഇതിൽ കാലെടുത്ത് വച്ചു. ഇനി എങ്ങനെയാ? അതെ, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് തന്നെ കാര്യം. ഡേ, ഞാനുണ്ട് നിനക്ക് കട്ട സപ്പോർട്ടിന്. ചേട്ട, ഇതിനൊക്കെ എണ്ണ എടുത്ത് കളയണ്ടായിരുന്നു. തീയിൽ പെട്രോൾ ഒഴിക്കുന്നതും അവളെ സപ്പോർട്ട് ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസവും ഞാൻ ഇവിടെ കാണുന്നില്ല. റൂബി സഹായിക്കാന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് നാളേക്ക് ചെന്നൈക്ക് ഒരു ടിക്കറ്റ് എടുത്തു തരാവോ? ഡീ, ഡോണ്ടു എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. നിനക്ക് ടിക്കറ്റ് വേണമെന്നാണെങ്കിൽ ദേ നിന്റെ ചേച്ചി ഇരിക്കുന്നു, ചോയ്ക്ക്. ഇങ്ങനൊരു പെൺകോന്തൻ പേടി ഒട്ടും ഇല്ല അല്ലേ? ഡി എന്റെ ചെക്കനെ പറഞ്ഞാല. അല്ല, നീ എന്തിനാ ഇത്ര ധൃതിയിൽ ചെന്നൈ പോണേ? അതും നാളെ തന്നെ. ചേച്ചി, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ സൈറസിന്റെ ഏട്ടൻ ലൂക്ക, അവൻ നാളെ ചെന്നൈ പോകുന്നുണ്ട്. അവനെ കൊല്ലാനാ ഞാൻ പോകുന്നേ. ചേച്ചി വരുന്നോ? നമുക്കൊരു ട്രിപ്പൊക്കെ അടിച്ചു വരാം. എന്റെ ഈശോയെ, ഇവളെ ഞാൻ ബാറിൽ നിന്നാണോ വിളിച്ചോണ്ട് വന്നേ? മൗനം സമ്മതം എന്നാണല്ലോ. അപ്പങ്ങനെയാ, പോവല്ലേ? ഡി കുരുട്ടടക്കെ, നിന്നോട് സത്യം പറയാനാ പറഞ്ഞേ, അല്ലാതെ വായി തോന്നിയത് വിളിച്ച് പറയാനല്ല. എന്റെ പൊന്നു ചേച്ചി, സത്യം തന്നെ ഈ പറയുന്നേ. അപ്പൊ ഞാൻ ഇത്രയ്ക്കും നേരം കഥ പറഞ്ഞിട്ടും സൈറസിനെ കൊന്നത് ഞാനാണെന്ന് ചേച്ചിക്ക് മനസ്സിലായില്ലേ? റോസ്, നീ എന്തൊക്കെ ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ബോധത്തോടെ തന്നെ ഈ വിളിച്ച് പറയുന്നത്, അല്ലാതെ പിന്നെ എന്റെ സന്തോഷം ഇല്ലാതാക്കിയിട്ട് ഒരുത്തനും ഇവിടെ സുഖമായിട്ട് ജീവിക്കണ്ട. ഞാൻ കൊന്നു, ഇനിയും കൊല്ലും. റോസ്, നീ ഇതെന്തൊക്കെ ഈ പറയുന്നേ? മോളെ, നമുക്കിതൊന്നും വേണ്ട, ഇതൊക്കെ പ്രശ്നാവേ. അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്റെ സന്തോഷത്തെ ഇല്ലാതാക്കിയവര് എന്റെ മുന്നിലൂടെ ഞെളിഞ്ഞ് നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കണമായിരുന്നോ? മോളെ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? ആ കണ്ണൊന്ന് തുടച്ച് എന്നിട്ട് എന്നെ നോക്ക്. ഇനി പറ, നീ നേരത്തെ പറഞ്ഞൊക്കെ ഉള്ളതാണോ? നീ ശരിക്കും സൈറസിനെ കൊന്നോ? ഞാൻ വെറുതെ പറഞ്ഞാണെന്ന് റൂബിക്ക് തോന്നുന്നുണ്ടോ? ശരി, നീ കൊന്നു. എങ്ങനെയാ കൊന്നേ? November 14th, 2025 നമ്മുടെ കമ്പനിക്ക് ജെയ്ഡ് കമ്പനിയായിട്ട് ഒരു കൊളാബ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരും പറഞ്ഞ് ഞാൻ അവിടെ വരെ പോയി. അവനെ ട്രിക്ക് ചെയ്ത് ലിഫ്റ്റ് വരെ ഞങ്ങൾ എത്തിച്ചു. പിന്നെ വന്ന കാര്യം പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ഞാൻ എൻ്റെ പണി തുടങ്ങി. ലിഫ്റ്റിൽ ആരും കയറി വരാതിരിക്കാൻ കെവിൻ പുറത്തുനിന്ന് ഗാർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. വെരി കെയർഫുൾ ആയിട്ടായിരുന്നു ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. നോ ഫിംഗർ പ്രിൻറ്റ്, നോ വെപ്പൺ, ഒന്നും തന്നെ എവിഡൻസ് ആയിട്ട് ഞങ്ങൾ ബാക്കി വെച്ചിട്ടില്ല. അതെനിക്ക് ഉറപ്പുണ്ട്. മോളെ, നീ ഇപ്പൊ ചെയ്തത് എത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയോ? നിന്റെ ചേച്ചി ഇവിടുന്ന് ഇറങ്ങിയപ്പോ ദേഷ്യത്തെക്കാളേറെ സങ്കടം ഞാൻ ആ കണ്ണുകളിൽ കണ്ടത്. അത് മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാവും.
പക്ഷേ നീ ചെയ്തത് ഒരിക്കലും തെറ്റാണ് എന്ന് ഞാൻ പറയില്ല. കൊടുക്കേണ്ടതൊക്കെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. പക്ഷേ ഒരു ചെറിയ മിസ്റ്റേക്ക് മതി എല്ലാം തീരാൻ. എനിക്കറിയാം റൂബി, പക്ഷേ തീരാണെങ്കിൽ തീരട്ടെന്ന് വെക്കും ഞാൻ ഈ ജീവിതം. എൻ്റെ റെഡില്ലാത്ത ഓരോ നിമിഷവും എനിക്ക് നരക തുല്യ. പിന്നെ ഞങ്ങളൊക്കെ ആരാ? നിനക്ക് ഞാനില്ലേ, നിന്റെ ചേച്ചിയില്ലേ? നീ എൻ്റെ പെങ്ങളാണെങ്കിൽ മറ്റൊന്നിനും വിട്ട് കൊടുക്കില്ലേ ഈ റൂബൻ. പിന്നെ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് അവർ അനുഭവിച്ചിരിക്കും. ഇത് ഈ റൂബൻ തരുന്ന വാക്ക, പാലിച്ചിരിക്കും ഉറപ്പായിട്ടും. പക്ഷേ പകരം നീ എനിക്കൊരു പ്രോമിസ് ചെയ്യണം. പ്രോമിസോ? എന്താ അത്? ആക്ച്വലി ഏട്ടൻ ഇതിൽ ഇൻവോൾവ് ആവണ്ട. എൻ്റെ ചേച്ചിൻ്റെ ജീവിതം കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സോറി. അയ്യ, ആ സോറി എടുത്ത് നീ അങ്ങ് പുഴുങ്ങി തിന്ന്. അല്ല പിന്നെ ഡിപ്പെണ്, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരും. ഒന്നെങ്കിൽ നീ നാളെ എൻ്റെ കൂടെ ചെന്നൈ വരെ വരും, അല്ലാന്നുണ്ടെങ്കിൽ നീ നാളെ കോളേജിൽ പോവും. ദ ഓപ്ഷൻ ഇസ് യോഴ്സ്. നിന്റെ ചേച്ചിൻ്റെ കാര്യം അലച്ചൊന്നും നീ ടെൻഷൻ ആവണ്ട. അവളെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ എനിക്കറിയാം. അപ്പം എങ്ങനെയാ, ഒന്ന് ചെന്നൈ വരെ പോയാലോ? കുറച്ച് പണിയൊക്കെ ഫിനിഷ് ചെയ്യാനുണ്ടല്ലേ? എടിപ്പെണ, ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യ്. 92 വാൾട്ട മുഖത്തിപ്പോ കത്തി നിൽക്കുന്നേ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഒന്ന് പോ റൂബി. പിന്നെ എൻ്റെ കൂടെ വരുന്നതൊക്കെ കൊള്ളാം, പക്ഷേ കൊല്ലാനൊക്കെ അറിയോ? ആ കാര്യത്തില് എൻ്റെ മോള് നോ വറീസ്. ഞാനേ പഴയ ഗുസ്തിയാ, പൊളിച്ച് കയ്യി തരും ഞാൻ. ആ, കരോട്ടയാണോ ഗുസ്തിയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ആ, കാണിച്ചു തരുന്നുണ്ട് ഞാൻ. ഇപ്പൊ എന്തായാലും ഞാൻ എൻ്റെ ഭാര്യനെ പോയിട്ടൊന്ന് നോക്കിയിട്ട് വരാം. പിന്നെ ഇനി ഇവിടെ കിടന്ന് അധികം ഒന്നും കറങ്ങാൻ നിൽക്കണ്ട. പാവൻ്റെ അക്കൂസ് ഫോണിൽ സ്റ്റോറേജ് കഴിഞ്ഞു എന്നൊക്കെ പറയുന്ന കേട്ടു. നമ്മളായിട്ട് എന്തിനാ വെറുതെ ആ കൊച്ചിന് പണി വാങ്ങിച്ചു കൊടുക്കുന്നത്? ആ, അവക്കുള്ള പണി ഞാൻ ക്ലൈമാക്സിലിട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്റ്റോറി ഇത്രയ്ക്കും ട്രാജഡി ആക്കി വെച്ചതിന്.